Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾപിറ്റ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഈ മൂന്ന് LC ഓസിലേറ്റേഴ്സിൻ്റെ സർക്യൂട്ട്സ്, ഓപ്പറേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ തുടങ്ങിയവയൊക്കെ ഡിസ്കസ് ചെയ്തു. LC ഓസിലേറ്റേഴ്സിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി പോലുള്ള ചില ഡിസഡ്വാൻറ്റേജസ് അല്ലേ, പുവർ വേവ് ഫോം പോലുള്ള ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ LC ഓസിലേറ്റേഴ്സിന് പകരം ഉപയോഗിക്കാവുന്ന RC ഓസിലേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, RC ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്റേഴ്സ് ഓഫ് വിച്ച് ടാങ്ക് സർക്യൂട്ട് കൺസിസ്റ്റ് റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്ക്. LC ഓസിലേറ്റേഴ്സിൻ്റെ ടാങ്ക് സർക്യൂട്ടിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ നെറ്റ്വർക്കാണല്ലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കോൾപിറ്റിലായിക്കോട്ടെ, ഹാർട്ട്ലിയിലായിക്കോട്ടെ, ട്യൂൺഡ് കളക്ടറിലായിക്കോട്ടെ ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ RC ഓസിലേറ്റേഴ്സിൻ്റെ ടാങ്ക് സർക്യൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന ടാങ്ക് സർക്യൂട്ടുകളിലെ റെസിസ്റ്റർ കപ്പാസിറ്റർ കമ്പോണൻസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, പ്രധാനമായിട്ട് രണ്ട് RC ഓസിലേറ്റേഴ്സാണ് ഉള്ളത്. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻബ്രിഡ്ജ് ഓസിലേറ്ററും. Okay, phase shift and weinbridge oscillators are the examples for RC oscillators of which tank circuit consist resistor capacitor networks. Okay, അതിൽ ആദ്യം phase shift oscillator നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. phase shift oscillatorൻ്റെ ഒരു സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഒരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ phase shift oscillator കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ നമ്മുടെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് സിമിലർ ആണ് അല്ലേ. ഈ C1, RB, R1, RC, RE, CE, CC സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ സിമിലർ, ഇവിടുന്ന് അങ്ങോട്ട് സിമിലർ സർക്യൂട്ടാണ്. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് സർക്യൂട്ട് നമ്മൾ മറക്കില്ല. ഓക്കെ, ഇനി നോക്കി നോക്കുക, ഇവിടെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു R2 എന്ന് പറയുന്ന റെസിസ്റ്റർ, C2, R3 അല്ലേ. ഈ C3 ഈ C2വിൻ്റെയും R3ൻ്റെയും ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഒരു നെറ്റ്വർക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ R2 മുതലാണ്. എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട്. ഇവിടെ ബേസിലേക്ക് പോകുന്ന റെസിസ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ബേസ് റെസിസ്റ്റർ മെത്തേഡ് ഓഫ് ബയാസിങ്ങിലൊക്കെ ചെയ്തതുപോലെ ഇതിന് RB എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ സ്റ്റേജിൽ നമ്മളിത് R1 ഇത് R2 എന്നൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ R1, R2, R3 രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. C1 R1 R1 C2 R2 C3 R3 ഈ ഒരു നെറ്റ്വർക്ക്. ഈ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് നമ്മൾ RC നെറ്റ്വർക്ക് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ മേജർ പാർട്ട് ഓഫ് ദ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഈസ് ദ RC നെറ്റ്വർക്ക് അല്ലെങ്കിൽ RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് അല്ലേ. It consists resistors R1, R2, R3 and capacitors C1, C2 and C3. ഓക്കെ, എന്തായാലും ഇതാണ് സർക്യൂട്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ടാങ്ക് സർക്യൂട്ടായിട്ട് ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് ആക്ട് ആസ് ദ ടാങ്ക് സർക്യൂട്ട് ഹിയർ. സോ വെൻ സർക്യൂട്ട് ഈസ് സ്വിച്ച് ഓൺ, the AC oscillations generated in the RC bridge network. Okay, resistor capacitor bridge നെറ്റ്വർക്കിൽ ഇവിടെ ഓസിലേഷൻസ്, AC ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ ഹിയർ ഈസ് F is equal to 1/2 RC √6. ഓക്കെ, ഇവിടെ നോക്കുക, R എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന R1, R2, R3 മൂന്ന് റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ആ റെസിസ്റ്റൻസിനെ നമുക്ക് R എന്ന് കൊടുക്കാം. അപ്പോൾ R1 is equal to R2 is equal to R3 is equal to R എന്ന് കൊടുക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന C1, C2, C3 കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസ് ഒക്കെ ഈക്വൽ ആണ്. ആ കപ്പാസിറ്റൻസിനെ നമുക്ക് C എന്ന് കൊടുക്കാം. C1 equal to C2 is equal to C3 is equal to C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F is equal to 1/2 RC √6 ആയിരിക്കും. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന AC ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമ്മുടെ ടാങ്ക് സർക്യൂട്ടിലെ സിഗ്നൽ അല്ലേ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഈ RC ബ്രിഡ്ജ് നെറ്റ്വർക്കിലൂടെയാണ് നമ്മുടെ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്ററിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, എ ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഫെഡ് ബാക്ക് ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ത്രൂ ദ RC bridge network.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ആ ഫീഡ്ബാക്ക് സിഗ്നൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യും, അത് ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന എനർജി ലോസിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻ ലഭിക്കുന്നത്. ഓക്കെ, therefore here a part of the output AC is fed back to the base of the transistor through the RC bridge network, which is amplified and compensate the energy loss in the tank circuit. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഫീഡ്ബാക്ക് ആണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലേ? ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. ഇവിടെ ടോട്ടൽ phase shift for the feedback signal is the phase shift introduced by the RC bridge network plus phase shift introduced by the transistor. Transistor introduce ചെയ്യുന്ന phase shift നമുക്കറിയാം 180 ഡിഗ്രിയാണ്. ഇവിടെ ഈ RC bridge നെറ്റ്വർക്കിൽ ഓരോ RCകളും അല്ലേ, ഓരോ RC ബ്രിഡ്ജും, ഓരോ RC ബ്രിഡ്ജ് അല്ലേ, 3 പിന്നെ RC ബ്രിഡ്ജുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഈച്ച് RC ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓരോ RC ബ്രിഡ്ജും 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി 3 RC ബ്രിഡ്ജുകളാണ് ഈ RC ബ്രിഡ്ജ് നെറ്റ്വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിസ് RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഈസ് 60 + 60 + 60 180 ഡിഗ്രി. അപ്പോൾ ഈ ഒരു RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ ഒരു ട്രാൻസിസ്റ്റർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ മൊത്തം എത്രയാണ് ഫീഡ്ബാക്ക് സിഗ്നലിൽ ഉണ്ടാകുന്ന ഫേസ് ഷിഫ്റ്റ്? 180 + 180 is equal to 360 ഡിഗ്രി. സോ ഹിയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയിഡ്. ഓക്കെ, സോ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ആൻഡ് ഇൻപുട്ട് സിഗ്നൽ ആർ ഇൻ സെയിം ഫേസ്. ഓക്കെ, ദാറ്റ്സ് വൈ here we obtain continuous undamped oscillation due to the positive feedback. Energy loss is compensated by this positive feedback mechanism. Okay, ഇവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നോക്കുക, MV is equal to V in by V out ആണ്. Okay, it is the ratio of ഇൻപുട്ട് സിഗ്നൽ ടു ദ ഔട്ട്പുട്ട് സിഗ്നൽ ആണ് ഇവിടുത്തെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നമ്മുടെ LC ഓസിലേറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു? ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി, പുവർ വേവ് ഫോം അല്ലെ, ഏതൊക്കെയായിരുന്നു? ഇവിടെ ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഗുഡാണ്, ഫ്രീക്വൻസി സ്റ്റേബിളാണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കുകയൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് വെരി ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്തരം ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉപയോഗിക്കാം എന്നുള്ളതാണ്. വെരി ലോ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ട്രാൻസ്ഫോർമേഴ്സ്, ഇൻഡക്ടേഴ്സ് എക്സെട്ര. ഇൻഡക്ടേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നില്ല അല്ലേ, റെസിസ്റ്ററേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഴ്സ് വരുന്നില്ല, ട്യൂൺഡ് കളക്ടറിൻ്റെ പോലെ ട്രാൻസ്ഫോർമേഴ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കുറയും, വെറും റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലോ ഫ്രീക്വൻസി. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡൊക്കെ കുറഞ്ഞ, സ്ട്രെങ്ത് കുറഞ്ഞ ഔട്ട്പുട്ട് സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ സർക്യൂട്ട് ഗിവ്സ് സ്മോൾ ഔട്ട്പുട്ട്. പിന്നെ വേറൊരു പ്രശ്നം, ഇവിടെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഫീഡ്ബാക്ക് വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. Okay, it is difficult for the circuit to start oscillation as the feedback is generally small. Okay, അതുകൊണ്ട് തുടങ്ങി കഴിഞ്ഞ് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അൺഡാംപ്ഡ് ആയിട്ട് അങ്ങനെ നിന്നോളും. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ചെറിയൊരു ടൈം ലാഗ്, കുറച്ചൊരു പ്രയാസം അവിടെ ഉണ്ട് അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്. ദ സർക്യൂട്ട് ഗിവ് സ്മോൾ ഔട്ട്പുട്ട്, difficult for circuit to start oscillation as the feedback is generally small. Okay, അപ്പോൾ നമ്മൾ ഫേസ് ഷിഫ്റ്റിൻ്റെ സർക്യൂട്ട് അതിൻ്റെ വർക്കിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് ജസ്റ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ പറഞ്ഞു, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. RC ഓസിലേറ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ. നോക്കുക, അതിൻ്റെ സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. 2 സ്റ്റേജ് വരുന്നുണ്ട് ഇവിടെ.
ഒരു ട്രാൻസിസ്റ്ററും അതിൻ്റെ കമ്പോണൻസും ആണ് ഒരു സ്റ്റേജ്. രണ്ട് ട്രാൻസിസ്റ്ററും അതിൻ്റെ കമ്പോണൻസും വന്നു കഴിഞ്ഞാൽ അത് 2 സ്റ്റേജ് ആയി അല്ലേ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. പിന്നെ ഒരു RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആറും സിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഇവിടെ കാണാം. ഈ RC ബ്രിഡ്ജ് നെറ്റ്വർക്കാണ് ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു RC ഓസിലേറ്റർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് 2 സ്റ്റേജ് ആംപ്ലിഫയർ വിത്ത് RC ബ്രിഡ്ജ് സർക്യൂട്ട് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് AC ഓഫ് ഫ്രീക്വൻസി 10 Hz to 1 MHz. ഓക്കെ, RC ബ്രിഡ്ജ് നെറ്റ്വർക്കോട് കൂടിയിട്ടുള്ള ഒരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അത് ഉപയോഗിക്കുന്നത് 10 Hz മുതൽ 1 MHz വരെ ഫ്രീക്വൻസി ഉള്ള AC പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സർക്യൂട്ട് വരച്ച് പഠിക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല. നോക്കുക, ഇവിടെ നമുക്ക് ലഭ്യമാവുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് R1 C1 R2 C2. ഇവിടെ R1 C1 R2 C2 എന്നുള്ളത് ഈ RC ബ്രിഡ്ജ് നെറ്റ്വർക്കിലുള്ള ഈ റെസിസ്റ്റേഴ്സിൻ്റെയും കപ്പാസിറ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസസും കപ്പാസിറ്റൻസസും ഒക്കെയാണ്. ഇവിടെ നോക്കുക, R1 is equal to R2 is equal to R എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. R1 is equal to R2 is equal to, അതിന് നമുക്ക് R എന്ന് കൊടുക്കാം. C1 ഉം C2 ഉം ഈക്വൽ ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ C1 is equal to C2 is equal to C എന്നും കൊടുക്കാം. Therefore F is equal to 1/2 പൈ റൂട്ട് R ഇൻറ്റു R എന്താവും R സ്ക്വയർ, C ഇൻറ്റു C എന്താവും C സ്ക്വയർ. അപ്പോൾ 1/2 പൈ റൂട്ട് R സ്ക്വയർ C സ്ക്വയർ, ദാറ്റ് ഈസ് 1/2 പൈ RC. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണോ എന്ന് നോക്കണം. ഇവിടെ നോക്കി നോക്കുക, ഫീഡ്ബാക്ക് സിഗ്നല് നമ്മൾ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ ഫീഡ്ബാക്ക് സിഗ്നലിൽ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ 2 ട്രാൻസിസ്റ്ററുകളുമാണ്. ഓക്കെ, ഹിയർ ദ 2 ട്രാൻസിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ഫേസ് ഷിഫ്റ്റ് ഓൺ ദ ഫീഡ്ബാക്ക് സിഗ്നൽ. ഒരു ട്രാൻസിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രിയാണ്. അപ്പോൾ 2 ട്രാൻസിസ്റ്ററുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റുകളുടെ സം ആയിരിക്കും ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഓഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ. ഓക്കെ, അപ്പോൾ അത് എത്ര വരിക? 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഫീഡ്ബാക്ക് സിഗ്നലിന് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലും നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നലും അല്ലേ എന്തായിരിക്കും? ഒരേ ഫേസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ, ഒരേ ഫേസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്തിട്ടുള്ളൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് AC ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യും, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു RC ബ്രിഡ്ജ് നെറ്റ്വർക്കിൽ 3 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, R1 R2 R3, 2 കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്, C1 ഉം C2 ഉം. അതിനെ കൂടാതെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ് ടങ്സ്റ്റൺ ലാമ്പ്, LP എന്നാണ് ഞാൻ ഇതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ടങ്സ്റ്റൺ ലാമ്പ് അത് RC ബ്രിഡ്ജ് നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമാണ്. ഈ ടങ്സ്റ്റൺ ലാമ്പിൻ്റെ റോള് ഇവിടെ എന്താണ് എന്നുള്ളതാണ്. നോക്കുക, നമ്മുടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡായിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ലാമ്പാണ്. ഓക്കെ, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക പറയുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൂടുകയോ കുറയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ, അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ടങ്സ്റ്റൺ ലാമ്പാണ്. എങ്ങനെയാണത്? ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ എ ടങ്സ്റ്റൺ ലാമ്പ് LP. ഹൗ? ഔട്ട്പുട്ട് എന്തെങ്കിലും കാരണവശാൽ ഇൻക്രീസ് ചെയ്തു എന്ന് കരുതുക, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ കാരണം അല്ലേ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷനൊക്കെ കാരണം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് കരുതുക. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടങ്സ്റ്റൺ ലാമ്പിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് വെരി മച്ച് ടെമ്പറേച്ചർ സെൻസിറ്റീവ്. ടങ്സ്റ്റൺ ലാമ്പ് ഈസ് വെരി മച്ച് ടെമ്പറേച്ചർ സെൻസിറ്റീവ്. സോ ആസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ് അല്ലേ, ഫീഡ്ബാക്ക് സിഗ്നലും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നലും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ഫീഡ്ബാക്ക് സിഗ്നൽ ആൾസോ ഇൻക്രീസസ്. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ് ഫോർ ദ ടങ്സ്റ്റൺ ലാമ്പ്. ടങ്സ്റ്റൺ ലാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്തും കൂടും? റെസിസ്റ്റൻസും കൂടും അല്ലേ. അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിഗ്നൽ വരുന്നു അല്ലേ, ആ ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കൂടുമ്പോൾ ഫീഡ്ബാക്ക് സിഗ്നൽ കൂടും. ഫീഡ്ബാക്ക് സിഗ്നൽ കൂടുമ്പോൾ ടങ്സ്റ്റൺ ലാമ്പ് എന്ത് ചെയ്യും? നന്നായിട്ട്, ടങ്സ്റ്റൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഫിലമെൻ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ കൂടുതൽ കറണ്ട് കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്താവും? ഹീറ്റഡ് ആവും അല്ലേ. ടെമ്പറേച്ചർ ഓഫ് ദ
tungsten lamp also increases. As temperature increases, its resistance also increases. അല്ലെ, അതിൻ്റെ റെസിസ്റ്റൻസും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നൽ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് നെറ്റ്വർക്കിലൂടെ ഒഴുകുന്ന കറണ്ട് കുറയുന്നതുകൊണ്ട് ഇൻപുട്ട് കുറയും. ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ, ആ കൂടിയ ഔട്ട്പുട്ട് സിഗ്നലൊക്കെ എന്ത് ചെയ്യും, റീസ്റ്റോർ ടു ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ, നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂയിലേക്ക് തന്നെ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. റെഡ്യൂസ്ഡ് ടു ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്, ഫീഡ്ബാക്ക് സിഗ്നൽ ആൾസോ ഇൻക്രീസസ്. ദെർഫോർ ദ കറണ്ട് ത്രൂ ദ tungsten lamp increases, it got heated. As its temperature increases, its resistance also increases. So input signal will be decreased. As a result, output is restored to its original value back. ആ കൂടിയ ഔട്ട്പുട്ട് ഒക്കെ അല്ലേ, ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ടുണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡ് പിന്നെ എന്ത് ചെയ്യും, കുറഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആവും എന്നുള്ളതാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാൽ സംഭവിക്കുക. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് സിഗ്നൽ കുറയും. ഫീഡ്ബാക്ക് സിഗ്നൽ കുറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ലാമ്പ് കൂടെയുള്ള കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയാണ്. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പിന്നെ ഇൻപുട്ട് സിഗ്നൽ കുറയും അല്ലേ, സോറി ഇൻപുട്ട് സിഗ്നൽ കൂടുക ചെയ്യുക, ഇൻപുട്ട് സിഗ്നൽ കൂടും അല്ലേ. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുകയാണല്ലോ, അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ കൂടും. ഇൻപുട്ട് സിഗ്നൽ കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽ ഇൻക്രീസ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ ആ ഒറിജിനൽ വാല്യൂയിലേക്ക് റീസ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ RC ബ്രിഡ്ജ് നെറ്റ്വർക്കിലുള്ള ടങ്സ്റ്റൺ ലാമ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അത് മസ്റ്റായിട്ട് അപ്പോൾ നമ്മൾ അവിടെ അത് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ഇവിടെ ടങ്സ്റ്റൺ ലാമ്പ് ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഔട്ട്പുട്ട് നൽകാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഗിവ്സ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ട്, ഗെയിൻ ഈസ് വെരി ഹൈ ബിക്കോസ് 2 ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ്. ഇവിടെ 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഗെയിൻ വളരെ ഹൈ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ അല്ലെ, ഔട്ട്പുട്ട് വളരെ ഹൈ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഗെയിൻ ഈസ് വെരി ഹൈ ഹിയർ. പിന്നെയോ വർക്കിംഗ് ഈസ് ക്വൈറ്റ് ഈസി. നമ്മൾ ഫേസ് ഷിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമാണ്, ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല. സർക്യൂട്ട് ഈസ് ക്വൈറ്റ് ഈസി ടു ഓപ്പറേറ്റ്. അത് വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയും അൺഡാംപ്ഡ് ഓസിലേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നൽകുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഈസ് ക്വൈറ്റ് ഈസി എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC-യുടെ ഫ്രീക്വൻസി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ സർക്യൂട്ടിൽ എക്സ്ട്രാ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇഫ് യു യൂസ് ആൻ അഡീഷണൽ കമ്പോണൻറ്റ് പൊട്ടൻഷ്യോമീറ്റർ വി ക്യാൻ ചേഞ്ച് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒബ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ ഇത് 4 അഡ്വാൻറ്റേജസ്. Gives constant output, gain is very high because 2 transistors are used, working is quite easy, frequency of oscillation can be changed by using potentiometer. ഇനി ഇതിന് പ്രധാനമായിട്ടും 2 ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത്തത് നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ പഠിച്ച കോൾപിറ്റ് പോലെയോ ഹാർട്ട്ലി പോലെയോ ട്യൂൺഡ് കളക്ടർ പോലെയോ ഫേസ് ഷിഫ്റ്റ് പോലെയോ ഒന്നും അത്ര സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ട് അല്ല. സർക്യൂട്ട് ഈസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് അല്ലേ. അതുകൊണ്ട് അത് വരച്ച് പഠിക്കുക തന്നെ വേണം. കുറേ തവണ വരച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ഇത് പഠിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു സർക്യൂട്ടിനെ കുറിച്ചിട്ടും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ഓസിലേറ്ററിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ ആദ്യം അതിൻ്റെ സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. സർക്യൂട്ടുകൾ വൃത്തിയായിട്ട് വരച്ച് പഠിക്കുക തന്നെ വേണം പെൻസിൽ കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഈ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാം. 2 ട്രാൻസിസ്റ്ററും അതിൻ്റെ കമ്പോണൻസും പിന്നെ ഈ ഒരു RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഒക്കെ വന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. സർക്യൂട്ട് ഈസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് 2 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് RC ബ്രിഡ്ജ് നെറ്റ്വർക്ക് എക്സെട്ര ആർ കം ഹിയർ അല്ലേ. അതെല്ലാം ഇവിടെ വരുന്നതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് കനോട്ട് ജനറേറ്റ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻ അല്ലേ. അതായത് ലോ ഫ്രീക്വൻസി, ഇപ്പോൾ 1 MHz വരെയുള്ള ഫ്രീക്വൻസി മാത്രമാണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അല്ലേ. അതിൽ കൂടുതൽ ഉള്ള ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2 ഡിസഡ്വാൻറ്റേജ് ആണ്. സർക്യൂട്ട് ഈസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ്, ഇറ്റ് കോൺട്ട് ജനറേറ്റ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻസ്. അപ്പോൾ ഇത്രയുമാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അല്ലേ. പിന്നെ ടങ്സ്റ്റൺ ലാമ്പ്
അതിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നിവയെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും 2 RC ഓസിലേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കോൾപിറ്റ് ഹാർട്ട്ലിയും ചെയ്യുന്നുണ്ട്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നമ്മൾ കോൾപിറ്റ് ഹാർട്ട്ലി ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റേഴ്സ് അഥവാ LC ഓസിലേറ്റേഴ്സ് പരിചയപ്പെട്ടു. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്നിങ്ങനെ 2 RC ഓസിലേറ്റേഴ്സും പരിചയപ്പെട്ടു. ഈ LC RC ഓസിലേറ്റേഴ്സിന് കോമൺ ആയിട്ട് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? രണ്ടിനുള്ളതാണ്. LC ഓസിലേറ്റേഴ്സിനും ഉണ്ട്, RC ഓസിലേറ്റേഴ്സിനും ഉണ്ട്. 2 ഡിസഡ്വാൻറ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ആസ് ദ സർക്യൂട്ട് ഓപ്പറേറ്റ്സ് ഇറ്റ് വിൽ വാം അപ്പ്, സോ വാല്യൂസ് ഓഫ് ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ വിച്ച് കോസസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചാൽ, ഈ പറഞ്ഞ 5 സർക്യൂട്ടുകളായിക്കോട്ടെ, അതിനെ കുറച്ച് നേരം ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിലുള്ള കമ്പോണൻസ് ഒക്കെ ഹീറ്റഡ് അപ്പ് ആവും, അല്ലെ? അതിനകത്തുള്ള റെസിസ്റ്റേഴ്സ്, അത് ഇൻഡക്ടേഴ്സൊക്കെ ചൂടാവും. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഫ്രീക്വൻസിയുടെ ആ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് വാല്യൂസ് മാറുകയാണല്ലോ. ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ ഒക്കെ വാല്യൂസ് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഫേസ് ഷിഫ്റ്റിലാണെങ്കിൽ 1/2πRC√6 അല്ലേ, RC വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അങ്ങനെ ഓരോന്നിലും ട്യൂൺഡ് കളക്ടറിലാണെങ്കിൽ 1/2π√LC, എല്ലിൻ്റെയും സിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വാമപ്പ് ആയി കഴിഞ്ഞാൽ, ഹീറ്റഡ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. കോൾപിറ്റിലാണെങ്കിലും അതെ, 1/2π√LCT അല്ലേ, CT = C1 C2/C1 + C2 ആണ്. ഹീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ C1ഉം C2ഉം അതുപോലെ എല്ലിൻ്റെ ഒക്കെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെയും ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. നമ്മുടെ ഹാർട്ട്ലിയിലാണെങ്കിൽ 1/2π√CLT ആണ്, വേർ LT = L1 + L2 + 2m അല്ലേ. അവിടെ അതെ L1ൻ്റെയും L2ൻ്റെയും സിയുടെയൊക്കെ വാല്യൂസ് ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഫ്രീക്വൻസി അപ്പം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഈ പറഞ്ഞ ആളുകളിലെല്ലാം ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആസ് സർക്യൂട്ട് ഓപ്പറേറ്റ്സ് കമ്പോണൻസ് ലൈക്ക് റെസിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് വാം അപ്പ് അല്ലേ, സോ ദെയർ വാല്യൂസ് വിൽ ബി ചേഞ്ച്ഡ് വിച്ച് ലീഡ്സ് ടു ദ ചേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഫ്രം ദ oscillators. That is one of the advantage. അടുത്തത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് തകരാറിലായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് മാറ്റും അല്ലേ, അതിന് പകരം വേറൊരു കമ്പോണൻറ്റ് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു കമ്പോണൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ആ ഒരു കമ്പോണൻറ്റിൻ്റെ മാറ്റം ഫ്രീക്വൻസിയുടെ മാറ്റത്തിലേക്ക് വഴി വെക്കുമെന്നുള്ളതാണ്. ഓക്കെ, if we replace any component in the feedback network, frequency of oscillation changes അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ ഒരു കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററോ ഒരു ഇൻഡക്ടർ അല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് മാറ്റിയിട്ട് നമ്മൾ വേറൊന്ന് വെക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ വാല്യൂ ചെറിയൊരു വ്യത്യാസം മതി, അതുപോലും നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന് വലിയൊരു വ്യത്യാസം, അതിൽ വലിയൊരു ചേഞ്ച് അതിലുണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ സ്റ്റേബിൾ അല്ല അല്ലേ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ വി കാൺട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഫ്രം LC ആൻഡ് RC ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ LC RC ഓസിലേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല അല്ലേ, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ, കമ്പോണൻസ് മാറ്റി വേറൊന്ന് വെക്കുമ്പോഴും അത് മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ സ്റ്റേബിൾ അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ LC RC ഓസിലേറ്റേഴ്സിന് പകരം ഉപയോഗിക്കാവുന്ന, ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ, പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു ഓസിലേറ്റർ നമുക്ക് വേണം അല്ലേ. അതിൻ്റെ ഒരു അന്വേഷണമാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഓസിലേറ്ററിൻ്റെ ഒരു ഇൻവെൻഷനിലേക്ക് കലാശിച്ചത്. ആ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.